എന്താ അവിടെ ഒരു അനക്കം? ആരത്? ശാരദേച്ചിയാണോ? അമ്മ മോള് ഇവിടെ ഉണ്ടായിരുന്നാ? ചേച്ചിക്ക് ഒരു ഇച്ചിരി വെളിച്ചെണ്ണ തരുമോ മോളെ? വെളിച്ചെണ്ണയോ? ഞാൻ തരാം. ഇപ്പൊ എടുത്തോണ്ട് വരാട്ടാ. അല്ല മോക്കിപ്പോ എത്ര മാസായി? 8 കഴിയാറായി. 8 മാസായില്ലേ? വയറ് തീരെ കുറവാണല്ലോ. സ്കാനിങ് ഒക്കെ ഓക്കെ അല്ലേ? വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? കൊച്ചിന് വളർച്ചയൊക്കെ ഓക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ല. വയറ് കുറവാണെങ്കിലേ എല്ലാരും പേടിക്കണം. അങ്ങനെയാ പറയണേ. ഓ, അങ്ങനെ കുഴപ്പമൊന്നുമില്ല, ഒരു പ്രശ്നവുമില്ല. പിന്നെ എല്ലാവർക്കും വയറ് ഒരേപോലെ ആവില്ലല്ലോ. അല്ല, ചേച്ചിയുടെ മോൾക്ക് വയറ് കുറവായിരുന്നില്ലേ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? എന്നാ ശരി മോളെ, പോവാട്ടാ. കറി ഉണ്ടാക്കി കൊടുക്കാം. ശരി. കഷ്ടം. ഹലോ, ഇവിടെ ആരും ഇല്ലേ? അതാരാ അവിടെ? ഇതാരാ? കേറി വാ. എന്താ വിശേഷിച്ച്? അല്ല, മോള് ഇവിടെ എന്തെടുക്കുക? ഇത് അങ്ങോട്ട് വെച്ചേരെ. കുറച്ച് ഫ്രൂട്ട്സാ. ഈ സമയത്ത് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കണത് നല്ലതാ. എന്താ തൂക്കുവാണോ? അയ്യോ, ഈ സമയത്തൊന്നും ഇങ്ങനെ കുനിഞ്ഞു നിവർന്നു ഒന്നും ഇങ്ങനെ തൂക്കാൻ കൊള്ളത്തില്ല. പണ്ടത്തെ കാലമൊന്നുമല്ല. ഇനിയുണ്ട അമ്മായി തൂക്കാം. അമ്മ എന്തേ? അപ്പുറത്തേക്കും കണ്ടു പോയിട്ടുണ്ട്. ഇപ്പൊ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കണത് ശരീരത്തിന് നല്ലതാ. വയറ്റിലൊക്കെ നല്ല തണുപ്പുണ്ടാവും. അമ്മ എന്തേ മോളെ? ഇവിടെ ഉണ്ടായിരുന്നു. മോളെ ഇവിടെ ഉണ്ടായിരുന്നോ? വെള്ളം കുടിക്കാനോ? വെള്ളമൊക്കെ കുടിക്കുക, നല്ല രീതിക്ക് കുടിക്കുക. അല്ലെങ്കിൽ വല്ല യൂറിൻ ഇൻഫെക്ഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതുണ്ടാവും. വെള്ളം നല്ല രീതിക്ക് കുടിക്കണം. കുറച്ച് നാരങ്ങ വെള്ളമോ അല്ലെങ്കിൽ വല്ല ജ്യൂസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ എപ്പോഴും പിഴിഞ്ഞ് കുടിക്കുകയൊക്കെ ചെയ്യണം. ഇപ്പൊ അങ്ങനെ വെള്ളം കുടിക്കാതിരിക്കാൻ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പനിയാ. വെള്ളമൊക്കെ ശരിക്കും കുടിക്കട്ടാ. ഒരു ദിവസം ഒരു 10-20 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണം. എന്നാലേ ശരിയാവുള്ളൂ. പിന്നെ പഞ്ചസാര ഒന്നും അധികം ഉപയോഗിക്കൊന്നും വേണ്ടട്ടാ. പഞ്ചസാര, ഉപ്പും അത് അങ്ങനെ ഒന്നും അധികം ഉപയോഗിക്കൊന്നും വേണ്ട. ഷുഗറും പ്രഷറും ഒക്കെ പെട്ടെന്ന് കയറും ഈ സമയത്ത്. അതൊക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞിന് ദോഷ. അതൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാകട്ടല്ലോ. പഞ്ചസാരയൊന്നും അധികം കഴിക്കൊന്നും വേണ്ട മോള്. ഏത് നേരം ഇങ്ങനെ നടക്കുവോ നിൽക്കുവോ ഒന്നും ചെയ്യരുത്. ഇടയ്ക്കൊക്കെ പോയി കിടക്കുവോ റെസ്റ്റ് എടുക്കുകയോ ഒക്കെ ചെയ്യണം. അല്ലാതെ ഈ നേരം ഇങ്ങനെ നടക്കലും ഇരിക്കലും ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര പ്രശ്നം. കാലിന് നീരൊക്കെ വെക്കും. ഗർഭിണികള് പകൽ സമയം 2 മണിക്കൂറും രാത്രി 8 മണിക്കൂറും കിടന്ന് ഉറങ്ങണം എന്നാ പറയണത്. അല്ലാതെ ഇങ്ങനെ ഈ നേരം ഇങ്ങനെ ഓടിച്ചാടി കിടക്കാനൊന്നും പറ്റില്ല. അതൊക്കെ ദോഷാ. എന്നാ അമ്മായി പോട്ടേട്ടാ. ഇത്ര ഇടം വന്നിട്ട് മോളെ ഒന്ന് കാണാൻ പറ്റിയില്ല. പിന്നെ അത് ഭയങ്കര വിഷമാവും. അതുകൊണ്ടാ ഞാൻ ഇവിടെ നാത്തൂന്റെ വീട്ടിൽ വന്നതാ. അപ്പോഴല്ലേ മോള് ഇവിടെ ഇങ്ങനെ എന്തായാലും ഇങ്ങനെ ഇരിക്കാനുള്ള. അപ്പൊ പിന്നെ വന്ന് കണ്ടില്ല. അപ്പൊ അങ്ങനെ ഒന്ന് കേറാന്ന് വിചാരിച്ചതാ. ഇനിയിപ്പോ ഒരു 12 മണിക്ക് ഒരു ബസ് ഉണ്ട്. പിന്നെ ഞാനൊന്ന് ഇവിടെ അടുത്തുള്ള ആ ഒരു ചേച്ചി അവിടെ സുഖമില്ലാണ്ട് കിടക്കാണേ. അപ്പൊ അവിടെ ഒന്ന് കേറിയിട്ട് വേണം പോവാൻ. എന്നാ അമ്മായി ഇറങ്ങാ കേട്ടാ മോളെ. അമ്മ വരുമ്പോ പറഞ്ഞേരെ. ശരിയെന്നാ. ശ്രദ്ധിക്കട്ടാ. എന്തൊരു വെയിലാണ്. ഈ വെയിലത്ത് എങ്ങനെ പണിയെടുക്കാനാണ്? എന്റെ നാട് കൂടി. സിസിലിയേ ആരുമില്ലേ? സിസിലിയേ
വാതിലൊക്കെ തുറന്നിട്ടിട്ട് ആ ഓ ഇനി ഇതേത് മാറണാണാവോ. ഉഫ്. ആരാത്? ആ ആ ആ, മോളിവിടെ ആഹാ ഉണ്ടായിരുന്ന ചേച്ചി. മോളെ ചേച്ചിക്ക് ഒരു ഇച്ചിരി വെള്ളം തരാവോ? വെള്ളമോ? ഇപ്പൊ കൊണ്ടുവരാം. ഇന്ന് ചേച്ചി വെള്ളം. ആ ആ. എന്തൊരു വെയിലാണ്. വെയില്. ഈ വെയിലത്ത് ഇതൊക്കെ എങ്ങനെ കളച്ചു മറിച്ചിടാനാണ്? മോള് ഇവിടെ ആ ഉണ്ടായിരുന്നു അല്ലേ? വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയില്ലേ? കൊണ്ടുപോയായിരുന്നു ആണോ? കൊണ്ടുപോയായിരുന്നു. ആ ഭയങ്കര വെയിലാന്നേ. ഈ അതെയോ? സമയത്ത് മറ്റേ ആ കളച്ചു ആ മറിച്ചിട്ട് ഇടാനൊന്നും ബാക്കിയുള്ളവരെ കൊണ്ട് പറ്റത്തില്ല. ഉരുകുവാ മനുഷ്യൻ. ആ ആ ആശുപത്രി പോയായിരുന്നോ മോളെ? കുഴപ്പമില്ല കുഴപ്പമില്ല. ഓക്കെ എല്ലാം അല്ലേ? ഓക്കെ. ആ കുഴപ്പമൊന്നുമില്ല. വയറൊക്കെ കുഞ്ഞിതാ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അമ്മേനെ കണ്ടപ്പോ ആ ആ പറഞ്ഞായിരുന്നു. ആങ്കൊച്ചാ, ഉറപ്പിച്ചോ ആങ്കൊച്ചാ. ആണോ? പെൺപിള്ളേരാണെങ്കിൽ വയറ് കൂടുതലും ആൺപിള്ളേരാണെങ്കിൽ വയറ് കുറച്ചേ ആ ഉണ്ടാവുള്ളൂ. ആ അങ്ങനെയാണ് പണ്ടത്തെ കാരണവന്മാരൊക്കെ പറയണത്. ഉറപ്പിച്ചോ അങ്ങനെയൊക്കെ ആങ്കൊച്ചാ. ഉണ്ടോ ചേച്ചി? ഓ അങ്ങനെയൊക്കെ ഉണ്ടോന്നോ? പിന്നെ അങ്ങനെയൊക്കെ ഇല്ലേ ആ മോളെ? ആ എന്റെ മോളുടെ ആദ്യത്തെ പ്രസവത്തില് ആ ആ രണ്ട് ട്വിൻസ് ആയിരുന്നു. ഉവ്വ്. അവൾക്കും ഇതേപോലെ തന്നെ ട്വിൻസിന്റേതായിട്ടുള്ള ഒരു വയറുണ്ടായിരുന്നില്ല. അപ്പോഴേ ആ ഞാൻ ആ പറഞ്ഞു ആൺകൊച്ചുങ്ങളാന്ന്. ആണോ? അതേപോലെ തന്നെ രണ്ട് സുന്ദര ഓ ആൺകൊച്ചുങ്ങളായിരുന്നു. ആ പിന്നെ അതേപോലെ തന്നെ രണ്ടാമത്തെ ആൾക്ക് പെങ്കൊച്ചല്ലേ, ആ എന്നോ ആ വയറായിരുന്നു. വയറ് തട്ടിയിട്ട് നടക്കാൻ പാടില്ലായിരുന്നു. അതേപോലെ ആ അല്ലായിരുന്നു. ഇങ്ങനെയൊന്നും നോക്കി കുനിയാൻ ഓ പാടില്ലായിരുന്നു. ഓ ഓ അതേ കണക്ക് വയറായിരുന്നു. എന്നിട്ട് എന്തായേ, പെങ്കൊച്ചായി പോയില്ലേ. അങ്ങനെയൊക്കെ ഉണ്ട്. കർമ്മമാരങ്ങനെ ചുമ്മാ പറയൊന്നുമില്ല. ശരി. ആ ആ എന്നാലേ ചേച്ചിയെ ഇതെങ്ങോട്ട് വെച്ചേരെ മോളെ. ആ ആ ആ ആ ആ ശരി. ചേച്ചി പണിക്കൊന്നും പോണ്ട. ആയിക്കോട്ടെ. ചേച്ചിയെ അത് ശരി ആ അത് ശരി, ഇപ്പോഴും ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണോ? ഇതുവരെ കുളിക്കാൻ നോക്കിയില്ലേ? നേരെ 5 മണി ആവാറായി. ഈ ത്രിസന്ധ്യ നേരത്താണോ ഇനി കുളിക്കാൻ കയറുന്നത്? ഗർഭിണികളൊക്കെ നേരത്തെ കാലത്തെയൊക്കെ ഇരുട്ട് വീഴുന്നതിന് മുന്നേ കുളിക്കണം. ഇപ്പോഴേ കുളിക്കണോ? ഇത്ര നേരത്തെ കുളിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഭയങ്കര ചൂടായിരിക്കും, കിടന്നുറങ്ങാൻ പോലും പറ്റില്ല. ആ തൈരൊക്കെ ഇരിക്കല്ലേ, അതൊക്കെ തേച്ച് അങ്ങോട്ട് കുളിച്ചാൽ എന്നാ? ചുമ്മാ കാക്കക്കുളി കുളിക്കാണ്ട് അതായത് അവിടെ വേഗം പോയി എണ്ണ വെച്ചൊക്കെ കുളിക്കാൻ നോക്ക്. ഈ പാതിര ആകുമ്പോഴാണ് ഇനി കുളിക്കാൻ കയറുന്നത്. ഒന്ന് പറഞ്ഞാൽ അനുസരിക്കില്ല. തോന്നിയതുപോലെയല്ല. നിന്നോട് ഇരുട്ട് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മുറ്റത്തേക്കടെ ഇറങ്ങി നടക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? വല്ല കിളികളോ ഇതൊക്കെ തലയ്ക്ക് മേളിൽ ചലച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ കുഞ്ഞിന്റെ ദോഷം. അതൊക്കെ ഓ, ഞാൻ ഈ സ്റ്റാർ തെളിയുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വന്നതാ. അവരോട് പറയാൻ ഇപ്പോഴത്തെ പിള്ളേരോട് വല്ലതും പറയാൻ പറ്റുമോ? ഒന്നും മിണ്ടാൻ പറ്റില്ല. എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അന്ധവിശ്വാസ ഐതിഹ്യാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് തള്ളും അങ്ങട്. ഈ സന്ധ്യ ആവുമ്പോ ഇങ്ങനെ ഈ പുറത്തിറങ്ങി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ നടക്കേണ്ട ആവശ്യമുണ്ടോ? വേഗം വാതിലടച്ചിട്ട് പെരക്കകത്ത് കയറാൻ നോക്ക്.